ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം പ്രയോജനപ്പെടുന്ന നല്ലൊരു ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ 3 4 ബാത്റൂമുകളൊക്കെ കാണും അല്ലേ? അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് എങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു പേസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതായത് ആദ്യം 2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് അത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഷാമ്പു. അത് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ആവണമെന്നില്ല, എക്സ്പയറി ഒക്കെ കഴിഞ്ഞാൽ ഷാമ്പു അത് ചെറിയൊരു സാഷയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനീഗറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടെ നമുക്ക് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട്, ടൂത്ത് പേസ്റ്റ്, ബേക്കിംഗ് സോഡ, വിനീഗർ ഇത്രയും കൂടെ ചേർത്തിട്ട് ഷാമ്പുവും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു പേസ്റ്റ് ആക്കിയെടുക്കാം. ഇത് ആദ്യം നമ്മൾ ടാപ്പുകൾ ക്ലീൻ ചെയ്യാനാണ് ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള മാറാല, അതായത് ചിലന്തി വല ഒക്കെ ഉണ്ടാകുമല്ലോ, പല്ലി കാഷ്ടം, ഇങ്ങനത്തതെല്ലാം നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അപ്സ്റ്റെയറിലുള്ള ഒരു ബാത്റൂമാണ്. മകളും ഹസ്ബൻഡും വരുമ്പോൾ മാത്രമേ ഈ ബാത്റൂം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയം ആയതുകൊണ്ടാണ് ഈ ബാത്റൂം തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അതിൽ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കണം. അപ്പോൾ ഗ്ലൗസ് ഇട്ട ശേഷം ഇതുപോലെ നല്ല ഹൈറ്റുള്ള വളരെ നല്ല നീളത്തിലുള്ള ഇതുപോലെ ഉള്ള എന്തെങ്കിലും ഒരു മാറാല തട്ടുന്ന സാധനം ഉണ്ടാവുമല്ലോ, ക്ലീനിങ് ബ്രഷ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് റൂഫിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഈ ജനവാതിലിൻ്റെ സൈഡിലെല്ലാം എൻ്റെ ബാത്റൂമിൻ്റെ സൈഡിലെല്ലാം ഈ പല്ലി കാഷ്ടിച്ച് വെക്കുന്നതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി മാറാല ഒക്കെ തട്ടിക്കളഞ്ഞ ശേഷം നമുക്ക് ടാപ്പുകളുടെ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, ഞാൻ പല്ല് തേക്കുന്ന പഴയൊരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്, ഇതെല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഈ പേസ്റ്റ് എല്ലാ ടാപ്പുകളുടെ മുകളിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം വാഷ് ബേസിൻ്റെ ടാപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ വെള്ളം പിടിക്കുന്ന ടാപ്പ് ഉണ്ടാകും, അതുപോലെ ഷവറിൻ്റെ ടാപ്പ് ഉണ്ടാകും. അങ്ങനെ കുറേ ടാപ്പുകൾ, അല്ലെങ്കിൽ ചൂടുവെള്ളം വരുന്ന ടാപ്പ്, അങ്ങനെ ഒത്തിരി ടാപ്പുകൾ ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ടാപ്പുകൾ മാത്രമല്ല, നമ്മുടെ വാതിലിൻ്റെ ഹാൻഡിലും ഉണ്ടല്ലോ, അതും ഒരു മെറ്റലായിരിക്കും. അപ്പോൾ ഇതുപോലെ മെറ്റലായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിൻ്റെ മുകളിലെല്ലാം നമുക്ക് ഈ പേസ്റ്റ് തേച്ച് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുത്താൽ എല്ലാം നല്ല തിളക്കമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഷവറിൻ്റെ ടാപ്പാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഈ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പുതുപുത്തൻ ടാപ്പുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതുപോലെ നമുക്ക് ടാപ്പുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടാപ്പുകൾ ക്ലീൻ ചെയ്തു ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട്. ഇനി അതേ പേസ്റ്റ് തന്നെ കുറച്ചെടുത്തിട്ട് നമ്മൾ വാഷ് ബേസിനും നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ അത് നല്ല വെള്ള കളറായിട്ട് നമുക്കത് കിട്ടുന്നത്. കുറച്ച് പേസ്റ്റ് ആദ്യം ഒന്ന് അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. അപ്പോൾ അതിൽ ആ വെള്ളം മലിനജലം പോകുന്ന ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അതൊരു മെറ്റലാണല്ലോ അത്, അവിടെയും കുറച്ച് ബ്രഷ് കൊണ്ട് ആ പേസ്റ്റ് ഒന്ന് വരച്ച് പിടിപ്പിച്ചാൽ മതി. അതുപോലെ വാതിലിൻ്റെ ഹാൻഡിലുകളിലും ഇതൊന്ന് തേച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം മെറ്റലായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ലപോലെ വെളുപ്പിച്ച് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ അതുപോലെ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നോക്കൂ, നല്ലൊരു തിളക്കം വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ടാപ്പ് പോലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ ആ വാഷ് ബേസിനും കൂടെ കഴുകി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ വലിയൊരു ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഷ് ബേസിനും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ കുറച്ച് ആ പേസ്റ്റ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊരു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ലിക്വിഡ് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലുള്ള സ്പ്രേ ബോട്ടിൽ പഴയതെല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ആ സ്പ്രേ ബോട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പ്രേ ബോട്ടിൽ
മൂടിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞ ശേഷം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് വാളിൻ്റെ ടൈലുകളും അതുപോലെ മിററും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഞാൻ മിററിൻ്റെ മേലേക്ക് കുറച്ച് ഈ ലിക്വിഡ് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സ്പോഞ്ച് വെച്ച് ചെറുതായിട്ടൊന്ന് പതുക്കെ ശക്തി ഒന്നും കൊടുക്കണ്ട, ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ നല്ലപോലെ മിറർ ക്ലീൻ ആകും. പിന്നെ വാളിൻ്റെ മേലെ നമ്മൾ ഇതേ ലിക്വിഡ് തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ക്രാച്ചസ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ടൈൽ ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ സ്പോഞ്ചോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്രഷ്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ ടൈലിൻ്റെ മേലേക്ക് ഉള്ള അഴുക്കൊക്കെ പോകും. ഇനി കുറച്ച് ടൈല് വളരെ എനിക്ക് കൈ എത്താവുന്നതിന് കുറച്ച് മുകളിലുണ്ട്, അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു മോപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ഒരു മോപ്പ് ഇതുപോലെ എടുത്തിട്ട് ആ മോപ്പ് വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ ടൈലുകൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അഴുക്ക് വരുന്നൊരു സ്ഥലമാണ് ഡോറ്. ഡോറ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ കുളിച്ചിട്ട് നമ്മളങ്ങ് പോകും. അപ്പോൾ ഈ കുളിക്കുന്ന ആ വെള്ളവും സോപ്പിൻ്റെ അംശമൊക്കെ ഈ ഡോറിലേക്ക് വന്ന് തെറിക്കാറുണ്ട്. അപ്പോൾ ഡോറിൻ്റെ മേലെ അതുപോലെയുള്ള പാടുകൾ വീഴാറുണ്ട്. അപ്പോൾ ആ ഡോറും നമുക്ക് ഇതേപോലെ മോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ ഇതേ ലിക്വിഡ് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എല്ലാ ഭാഗങ്ങളും ബാത്റൂമിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കും. വില കൂടിയ സാധനങ്ങളൊന്നും നമ്മൾ ബാത്റൂമിൽ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടോയ്ലറ്റാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു ലിക്വിഡ് തന്നെ ഞാൻ ടോയ്ലറ്റിൻ്റെ പുറം ഭാഗമാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ടോയ്ലറ്റിൻ്റെ പുറം ക്ലീനാണ്. പക്ഷേ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒരിക്കലും ഈ ലിക്വിഡ് ഉപയോഗിക്കില്ല, ഡിറ്റർജൻറ്റ് ഉപയോഗിക്കില്ല. അതിനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഹാർപ്പിക്കാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന ടോയ്ലറ്റ് ക്ലീനർ മാത്രമേ ഞാൻ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാറുള്ളൂ. കാരണം ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അധികം മറ്റ് ഡിറ്റർജൻറ്റ് ക്ലോസറ്റിലേക്ക് അധികം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫ്ലോറാണ് കേട്ടോ, നിലമാണ്, ബാത്റൂമിൻ്റെ ഫ്ലോറാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതേ ലിക്വിഡും തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു ഈ നമ്മുടെ ഡെറ്റോൾ പോലുള്ള ഒരു അണുനാശിനി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലോറിലേക്ക് ഈ വെള്ളം മഗ്ഗിൽ ഒഴിച്ചിട്ട് ഇതുപോലുള്ളൊരു ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഫ്ലോറിലുള്ള എല്ലാ കറകളും പാടും നന്നായിട്ട് മാറും. അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം എല്ലാം നമുക്ക് നന്നായിട്ട് ഈ ബ്രഷ് കൊണ്ട് തന്നെ നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. അതാണ് ഇത്തരം ബ്രഷ് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഇവിടെ ഫ്ലോറ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ബാത്റൂമിനൊരു ഫ്രഷ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് കംഫർട്ട് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമുണ്ട്. അപ്പോൾ ആ വെള്ളം ഫ്ലോറിലേക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു മണം ഉണ്ടാവും. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി നമ്മുടെ ഗ്ലൗസുകൾ ക്ലീൻ ചെയ്യണം. അതുപോലെ നമ്മൾ സോപ്പ് വെക്കുന്ന സോപ്പ് ട്രേ ഉണ്ടാവുമല്ലോ, അതും പെട്ടെന്ന് തന്നെ നല്ലപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ അതും ആ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി യഥാസ്ഥാനത്ത് വെച്ച് കൊടുക്കുക. പിന്നെ ബക്കറ്റ്, മഗ്ഗ് ഇതൊക്കെ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം വളരെ ഭംഗിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. വില കൂടിയ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങി വെക്കേണ്ട. ആ ക്ലോസറ്റിൽ മാത്രം നമ്മൾ ഇത്തരം ഡിറ്റർജൻറ്റുകളോ മറ്റേതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. ബാത്റൂം നമുക്ക് ഭംഗിയായിട്ട് എപ്പോഴും വൃത്തിയോടുകൂടി സൂക്ഷിക്കാൻ സാധിക്കും. പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോൾ നമ്മളെ ബാത്റൂം എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി വീണ്ടും പുതിയ നല്ല ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.